ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വൺ ഡേ ട്രിപ്പ് പോയാലോ? അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തെ യാത്രയാണ് ഇപ്പോൾ പോകുന്നുള്ളത്. അപ്പോൾ പോകുന്ന കാഴ്ചയെല്ലാം ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ വേറെ ഇടയല്ല, ഒരു 4-5 മുഖാമിലേക്കാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2-3-4 മുഖാമിലാണ് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. പിന്നെ അവിടുന്ന് ഒരു 2 മുഖാമിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കസിൻസിൻ്റെ കൂടെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും കസിൻസെല്ലാം ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഫാമിലിയിലെ കസിൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ കാറിന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്കേഷൻ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇപ്പോഴാണ് എഡിറ്റാക്കി അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളെ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം ഒന്ന് ഇന്നും ഇടും, ഒന്ന് കഴിയുമെങ്കിൽ നാളെ തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നത് കൊണ്ട് കുറച്ച് എഡിറ്റാക്കാനെല്ലാം മടിയാണ്. എന്നാലും നമ്മൾ എഡിറ്റാക്കിയിട്ട് നാളെ തന്നെ ഇടാം കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം 2-3 പുഴയും എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. പുഴയും കടലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ആദ്യ മുഖമാണിത്. കോട്ടപ്പള്ളിയാണ്. അപ്പം അവിടെ സ്റ്റെപ്പ് കയറണം കേട്ടോ. സ്റ്റെപ്പ് കയറിയിട്ട് മീറ്റിയാണ് അവരുടെ മക്ബറ ഉള്ളത്. അപ്പം അതിൻ്റെ ഇടയിലെല്ലാം ഫുള്ളും കാടാണ്, പച്ചപ്പാണ് കേട്ടോ, പച്ചപ്പ്. അപ്പം ഇപ്പോൾ കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കുറേ സ്റ്റെപ്പ് ഉണ്ട്. അവിടെ ഇടയിലെല്ലാം നല്ല വലിയ വലിയ പാറക്കെട്ടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കയറിയാണ് അതിൻ്റെ അവിടുത്തെ കാഴ്ച കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മളെ കുയിൽ കൂവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മീറ്റെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ്. അവിടെ മീറ്റൊക്കെ കയറിട്ടാകുമ്പോൾ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പുഴയെല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ മാതിരി നമുക്ക് കാണുന്നുണ്ട് അവിടുന്ന്. അപ്പം അതിൻ്റെ ചുറ്റും കാടാണ്, നല്ല പച്ചപ്പെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു വലിയ കാടാണ് കേട്ടോ. അതിൻ്റെ വലിയ വലിയ പാറക്കഷ്ണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സിയാറത്തെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ കിയലാണ്, താഴേക്ക് കിയാൻ പോവുകയാണ്. സിയാറത്തെല്ലാം ചെയ്ത് കുറേ സമയം അവിടെ നിന്നു. പിന്നെ നമ്മൾ താഴേക്ക് കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ അതിൻ്റെ കസിൻസ് എല്ലാം താഴേക്ക് കഴിഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് താഴേക്ക് കഴിഞ്ഞുകൊണ്ടും മീത്ത കയറിക്കൊണ്ടും കളിക്കുകയാണ് കേട്ടോ. താഴേക്ക് കഴിഞ്ഞ് മീത്ത കയറിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ മകാമിൻ്റെ മുമ്പ് ഭാഗം. അപ്പോൾ കോട്ടപ്പള്ളി മകാമാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളെല്ലാവരും കളിക്കുകയാണ്, കസിൻസ് എല്ലാവരും. പിന്നെ അതിനിടയിൽ നമുക്ക് പ്ലെയിൻ പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, കളിക്കുന്ന ഇടയിൽ നിന്ന്. പിന്നെ അവിടെയുള്ള ചുറ്റുപാടും കുറച്ച് വീഡിയോ എല്ലാം എടുത്തു. പിന്നെ ബാങ്ക് കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അവിടുത്തെ കാഴ്ച എല്ലാം കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾ മടങ്ങിയാണ് നിസ്കരിച്ചിട്ട് നമ്മൾ പോയി. പിന്നെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കസിൻസിൻ്റെയൊക്കെ വന്നിട്ട്. അപ്പോൾ ഒരു വലിയ ഭർത്താന്നാണ് പറയുന്നുള്ളത്. ഭയങ്കര ദൃശ്യം പറഞ്ഞുകൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മൾ പോയിട്ടോ അവിടുന്ന് ഇറങ്ങി. പിന്നെ അടുത്ത മുഖാമിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫുഡ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
അപ്പൊ നമ്മളിപ്പോ തട്ടുകടയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കലും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യലാണ്. പിന്നെ നമ്മൾ തട്ടുകടയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ തട്ടുകടേൻ്റെ വിശേഷമാണ്. മുമ്പിലെ ഭാഗം നല്ല ചെടിയെല്ലാം നടത്തിയിട്ട് നല്ല പാങ്ങുണ്ട്. ബാക്കിലെ ഭാഗം കുറച്ച് ഇതാക്കിയിട്ടാണുള്ളത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല കഞ്ഞിയും വറവും പൊരിച്ച മീനും പറഞ്ഞിട്ടുണ്ട്. അപ്പം കഞ്ഞിയും അതിൻ്റെ കൂടെയുള്ള കറികളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇടയിൽ തന്നെ പൊരിച്ച മീനും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ മീനാണ്. പേരൊന്നും നമുക്കറിയില്ല. അപ്പോൾ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പള്ളിപ്പാറയിലാണ്. അപ്പം അവിടെ പോകുന്ന ഇടയിലാണ് കാടും പച്ചപ്പെല്ലാം നിറഞ്ഞ നല്ല പ്രദേശമാണ്. അവിടെ ഉള്ളവർക്ക് നല്ല തണുപ്പ് ഉണ്ടാകുന്ന പ്രദേശമാണ്. അവിടെ പോകുമ്പോൾ നല്ല മഴലുണ്ടായിരുന്നു, ചെറിയ ചാറ്റൽ മഴലുണ്ടായിരുന്നു. പിന്നെ അവിടെ അധികം ആൾക്കാർ ഇല്ലാന്ന് തോന്നുന്നു. അവിടെ വീടൊന്നും നമുക്ക് കണ്ടിട്ട് പോകുന്ന ഇടയിലൊന്നും അങ്ങനെ ഒറ്റ അടുത്തേ ഉണ്ടായിട്ട് വീട്. അപ്പം ഇതാണ് നമ്മളെ പള്ളിപ്പാറ. അപ്പം അവിടെ എത്തിയിട്ട് നമ്മൾ ഉള്ളിൽ കയറിയതേ ഉള്ളൂ, സിയാറത്ത് ചെയ്തതേ ഉള്ളൂ. അപ്പം തന്നെ നല്ല ശക്തമായ രീതിയിൽ മഴ പെയ്തു. പിന്നെ നമുക്ക് വരാനേ പറ്റിയില്ല കേട്ടോ. 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ സമയം അവിടെ വെറുതെ പോസ്റ്റായിട്ട് നിൽക്കേണ്ട വന്നിട്ടുണ്ട് കേട്ടോ, മഴ ആയതുകൊണ്ട്. അതിനിടയിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ ചുറ്റുപ്രദേശം കുറച്ചെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം മഴയെല്ലാം ഒലിച്ച് കൊണ്ടിരിക്കുകയാണ് മഴയെല്ലാം. പിന്നെ അതിൻ്റെ ഇടയിൽ മരമെല്ലാം ഉണ്ട് കേട്ടോ, നല്ല പച്ചപ്പെല്ലാം. പിന്നെ മഴക്കെല്ലാം കൈയെല്ലാം വെച്ചിട്ട് നല്ല വെള്ളമെല്ലാം കൊള്ളിക്കുകയാണ്. എൻ്റെ അനിയന് വെള്ളമെല്ലാം കൊള്ളിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ കുഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെല്ലാം കുറച്ച് കളിപ്പിച്ച് കുഞ്ഞ് പോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് മഴയെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ അനിയനും അനിയത്തിയും മഴക്കെല്ലാം കയ്യെല്ലാം കൊടുത്തിട്ട് അവർ കളിക്കുകയാണ് കേട്ടോ. വെള്ളമെല്ലാം തെറിപ്പിച്ച് കളിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ നല്ലോണം വെള്ളമെല്ലാം മറിയുന്നുണ്ടായിരുന്നു അവിടുന്ന്, കോമ്പൗണ്ടിൽ നിന്ന്. പിന്നെ ആകാശമെല്ലാം നല്ല ഇപ്പം നേരെ ശുദ്ധമായിട്ടുണ്ട്. അപ്പോൾ ആലിയെല്ലാം അവിടെ നിന്ന് കളിക്കുകയാണ് മയക്ക്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാറുൽ മുഖാമിലാണ്. അത് അവിടെ എത്തുമ്പോൾ പറയാട്ടോ. അതും ഇതിൻ്റെ കുറച്ചപ്പുറമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെയും കാട് തന്നെയാണ്, നല്ല പച്ചപ്പെല്ലാം നിറഞ്ഞ കാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മളെ മുത്തുപ്പാറ മഖാമാണ്. അവിടെ തന്നെ പള്ളിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡ് മക്ബറയാണ്. അപ്പം അവിടെയും സിയാറത്ത് ചെയ്തു. അപ്പം അവിടെ പോയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അവിടെയും കുറേ സമയം അവിടെ വെറുതെ നിൽക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ആൾക്ക് വന്നിട്ട് നിൽക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ടായിരുന്നു. നല്ല നല്ല സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കസിൻസ് എല്ലാവരും ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ അത് മരമെല്ലാം ഉണ്ടായിരുന്നു ഉള്ളിൽ, അതിൻ്റെ സൈഡ് കല്ലോട് കെട്ടിയിട്ടെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മയക്കന്നെ കിഴിഞ്ഞു. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ട് വേഗം കാറിലെല്ലാം കയറി പിന്നെ പോവാൻ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ താറ്റാറിന് മുത്തുപ്പാറയിൽ നിന്ന്
വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കോമ്പൗണ്ട് ഇതാണ്. അപ്പം അവിടുന്ന് കഴിഞ്ഞിട്ടോ മുത്തുപ്പാലയാണ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ബാർലി മകാമിലാണ് പോകുന്നത്. അപ്പം അതിനിടയിൽ പുഴയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പുഴയെല്ലാം കണ്ടു. നല്ല പച്ചപ്പുല്ലാണ് ആ പ്രദേശമെല്ലാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്.